Hi, hello guys, welcome to my channel. നമ്മുടെ ഗെയിമിൽ വ്യാഴാഴ്ച ഫെസ്റ്റീവ് സീസണിൻ്റെ ഭാഗമായി ഒലിവർ ഖാൻ്റെ പാക്കും കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും മറ്റ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡെയിലി ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കുറേ ഫ്രീ ചാൻസ് കിട്ടും ഒലിവർ ഖാൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ആരും മിസ്സാക്കല്ല, ജസ്റ്റ് ഗെയിമിൽ ലോഗിൻ ചെയ്തിട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല. അപ്പോൾ ഫെസ്റ്റീവ് സീസണിൻ്റെ ഭാഗമായിട്ട് ഗെയിമിൽ കുറേ ഈവൻസും ഷോപ്പിൽ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. പുതുതായി ആഡാക്കി ക്യാമ്പയിൻ ഹബ് വഴിയും ഡെയിലി ലോഗിൻ വഴിയാണ് നമുക്ക് ഈ ഒരു പാക്കിന് ചാൻസ് റേറ്റും മറ്റും കിട്ടുന്നത്. ഇതിലോരോ വീക്കും ലോക്കായാണ് കിടക്കുന്നത്. ഈ ക്യാമ്പയിൻ ഹബ് ഒരു മാസത്തോളം നീണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. പിന്നെ പുതിയ പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട്. ബെല്ലിംഗത്തിൻ്റെ പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട്. ബെല്ലിംഗത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഹോൾ പ്ലെയറാണ് പ്ലേയിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. നല്ല സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അറ്റാക്കിംഗ് അവർനെസ്, ഡ്രിബ്ലിംഗ്, ടൈറ്റ് പൊസിഷന്, സ്പീഡ്, ആക്സലറേഷൻ എല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏരിയയിലാണ് ബൂസ്റ്ററായി കൊടുത്തേക്കുന്നത്. ഏരിയൽ ബോൾ വരുമ്പോൾ ട്രാപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെ വിഡ്സിൻ്റെ ഒരു കാർഡ്, ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് പ്ലേയിങ് സ്റ്റൈല്. അറ്റാക്കിംഗ് അവർനെസ്, ഡ്രിബ്ലിംഗ്, ടൈറ്റ് പൊസിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. പിന്നെ ഒലിവർ ഖാൻ്റെ ഈ ഒരു പാക്കിൽ മൊത്തം 7 എപ്പിക്സ് ആണുള്ളത്. ടോട്ടൽ 300 പ്ലേയേഴ്സാണ് ഈ പാക്കിൽ. അതുകൊണ്ട് തന്നെ എപ്പിക് അടിക്കാൻ, പ്രത്യേകിച്ച് നമ്മൾ ടാർഗറ്റ് അടിക്കാൻ വളരെ പാടായിരിക്കും. സാബേരോൺസിൻ്റെ കാർഡ് വന്നൊക്കെ ഓർക്കസ്ട്രയുടെ പ്ലേയിങ് സ്റ്റൈലാണ്. ഡിഫെൻസീവ് എൻഗേജ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടാക്ലിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബാക്ക് സെറ്റാക്കണമെങ്കിൽ ഈ ഒരു കാർഡ് നല്ല ഓപ്ഷൻ തന്നെ ആയിരിക്കും. പിന്നെ ഫെറാറിൻ്റെ ഈ ഒരു CB കാർഡ്, ഡിസ്ട്രോയർ ആണ് പ്ലേയിങ് സ്റ്റൈൽ വന്നേക്കുന്നത്. ആളെ CB കാർഡ് എന്തുകൊണ്ട് RB കളിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം ആൾക്ക് അത്ര ഹൈറ്റ് കൊടുത്തിട്ടില്ല, 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തിട്ടുള്ളൂ. ഏരിയൽ ബോളൊക്കെ വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് RB കളിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സെനറ്റയുടെ ഈ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് കാർഡ്, ലെഫ്റ്റ് ബാക്കാണ് പൊസിഷൻ. ആൾക്ക് നല്ല സ്പീഡും ആക്സലറേഷനും ബാലൻസ് സ്റ്റാമിനയൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കാൻ നല്ലൊരു കാർഡ് തന്നെയാണിത്. പിന്നെ ഫിയോറയുടെ കാർഡ്, ഹോൾ പ്ലെയർ ആണ് പ്ലേയിങ് സ്റ്റൈൽ വന്നേക്കുന്നത്. ബോൾ കൺട്രോൾ, ഡ്രിബ്ലിംഗ് ഒക്കെ സ്പീഡും ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അസ റൈറ്റ് വിങ് നല്ല കാർഡ് തന്നെയാണിത്. പിന്നെ മസാലയുടെ ഫോക്സ് ഇൻ ദ ബോക്സ് കാർഡ്, ഫോക്സ് ഇൻ ദ ബോക്സ് തന്നെ ആയതുകൊണ്ട് എല്ലാവരും എടുക്കണമെന്നൊന്നുമില്ല. ഫോക്സ് ഇൻ ദ ബോക്സ് കളിപ്പിക്കുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാം. ഒഫൻസീവ് അവർനെസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസാഗിഡി കാർഡ് ഒന്നും പറയില്ല, സീയിങ് കാർഡ് തന്നെയാണ്. ഗോൾ പോച്ചർ ആണ് പ്രത്യേകിച്ച് പ്ലേയിങ് സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫിനിഷിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് കാർഡ് തന്നെയാണ്, ആർക്കും എടുക്കാം. പിന്നെ മെയിൻ പ്ലെയറായ ഒലിവർ ഖാൻ്റെ ഈ ഒരു കാർഡ്, ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ് പ്ലേയിങ് സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒലിവർ ഖാനെക്കാട്ടും കുറച്ച് ഡിഫറൻസ് മാത്രമേ ഈ ഒലിവർ ഖാന് കൊടുത്തിട്ടുള്ളൂ. GK സ്പിരിറ്റ് റോർ എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് എക്സ്ട്രാ സ്കില്ലായിട്ട് ആഡ് ചെയ്തേക്കുന്നത് ഈ ഒരു കാർഡിന്. ആ ഒരു പാക്കിന് തന്നെ സെലക്ഷൻ കോൺട്രാക്റ്റ് ടൈപ്പാണ് വന്നേക്കുന്നത്. ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചും നിങ്ങളുടെ സ്കോഡും നോക്കി മാത്രം പ്ലേയേഴ്സിനെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ സെലക്ഷൻ കോൺട്രാക്റ്റ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, നമുക്ക് കിട്ടുന്ന ഫ്രീ ചാൻസ് ഡീൽ ഉണ്ടല്ലോ, അത് വെച്ച് 21 തവണ സ്പിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സെലക്ഷൻ കോൺട്രാക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അത് ഒബ്ജക്റ്റീവ്സിലുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു ക്യാമ്പയിൻ്റെ ഡ്യൂറേഷൻ വന്നേക്കുന്നത് 1 മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ പാക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളും പുതിയ അപ്ഡേറ്റ്സൊക്കെ ഞാൻ വരും ദിവസം അറിയിക്കുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഫ്രീ ഡ്രൈവ് മൊത്തം കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് ഇറക്കുന്നതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്.
കാരണം ഒന്നൊന്നായി സ്പിൻ ചെയ്യുന്നത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അല്ല അത്ര ലക്കുള്ളവർക്ക് മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഫുൾ ഫ്രീ ട്രയൽ സ്പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ സെലക്ഷൻ കോൺട്രാക്റ്റ് വെച്ച പ്ലേയേഴ്സിനെ സൈൻ ചെയ്യൂ. കാരണം ഇപ്പോൾ നമ്മൾ സെലക്ഷൻ കോൺട്രാക്റ്റ് വെച്ചൊരു പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ, ആ പ്ലെയർ തന്നെ നമുക്ക് ഫ്രീ സ്പിന്നിന് കിട്ടിയാൽ പിന്നെ നമ്മൾ വട്ടത്തിൽ മൂഞ്ചു. അത് പിന്നെ വേസ്റ്റ് ആയിരിക്കും. നമുക്കൊരു കാർഡ് തന്നെ ഒരു സ്ക്വാഡിൽ വെച്ച് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം ഫ്രീ ട്രയൽ മൊത്തം സ്പിൻ ചെയ്തിട്ടേ നിങ്ങൾക്ക് വേണ്ട പ്ലെയറിനെ സൈൻ ചെയ്യാവുന്നതായിരിക്കും ഞാൻ പറയുന്നത്. പിന്നെ കൊണാമിയുടെ പുതിയ അളവ് വന്നിട്ടുണ്ട്. ഷോർട്ട് ടൈമിലാണെങ്കിൽ ബിഗ് ടൈം ആഡാക്കിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ ഷോർട്ട് ടൈം സ്പിൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അളവ് കൊണാമി ഇറക്കിയത്. 2 പാക്കിലായിട്ട് ഷോർട്ട് ടൈമും ബിഗ് ടൈമും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഒരെണ്ണം ബ്രസീൽ ലീഗും ഒരെണ്ണം ജെ ലീഗും എന്ന് പറയുന്ന 2 പാക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വിഷനറി പാസ് എന്ന് പറയുന്ന എക്സ്ട്രാ സ്കില്ല് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ഈവൻസി എ കാറ്റഗറിയിൽ ഒരു നോമിനേറ്റിംഗ് കോൺട്രാക്റ്റും ഒരു പ്ലെയർ ഓഫ് വീക്കിൻ്റെ ചാൻസ് ഡീലും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി എടുത്തോളി. പിന്നെ PvP കാറ്റഗറി വരുമ്പോൾ 50 പോയിൻ്റ് ഒരു ഈവൻറ്റും ഒരു റാൻഡം ബൂസ്റ്റർ ടോക്കൻ്റെ ഒരു ഈവൻറ്റും ഉണ്ട്. ആരും മിസ്സാക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒലിവർ ഖാൻ്റെ പാക്ക് സ്പെഷ്യലായിട്ട് റിവ്യൂ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, ആരും മിസ്സാക്കരുത്. പിന്നെ ന്യൂ ഇയർ സംബന്ധിച്ച് വരുന്ന അപ്ഡേറ്റ്സിനെ കുറിച്ചും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഗൈസ് ബൈ.